രാജ്യസുരക്ഷ മുൻനിർത്തി ചൈന നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ആരും ചൈനയിലെ വിമാനത്താവളങ്ങളുടെ ചിത്രം പകർത്തരുത് എന്നാണ് ചൈന ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിമാനത്താവളങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡിംഗിനുമിടയിൽ വിൻഡോ ഷെയറുകൾ തുറക്കുന്നതിനെതിരെ ചൈനയിലെ ഉന്നതചാര ഏജൻസി യാത്രക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഔദ്യോഗിക അനുമതിയില്ലാതെ ചിത്രങ്ങളോ മറ്റ് ദൃശ്യങ്ങളോ ഒക്കെ എടുക്കുകയോ ഓൺലൈനിൽ അത് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് ചൈന ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ചൈനയുടെ ഇപ്പോഴത്തെ ഈ നീക്കത്തിന് മുന്നിൽ രാജ്യസുരക്ഷ മാത്രമല്ല, മറിച്ച് ഗൂഢതന്ത്രമാണ് എന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. അനധികൃത ഫോട്ടോകളോ വീഡിയോകളോ എടുക്കുകയോ അവ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുത് എന്ന കർശന നിർദ്ദേശമാണ് ചൈന ഇപ്പോൾ ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. സൈനിക സൗകര്യങ്ങളിൽ രഹസ്യം സൂക്ഷിക്കുന്നതിനുള്ള ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡ് സമീപനത്തിന് അനുസൃതമാണ് ഇതെന്നാണ് ചൈനയുടെ വിശദീകരണം. അടുത്തിടെ ഒരു വിദേശിയുമായി ബന്ധപ്പെട്ട കേസിനെ പരാമർശിച്ചാണ് ഈ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് ചൈന അറിയിച്ചത്. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ദേശീയ സുരക്ഷ സംരക്ഷിക്കുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തവും കടമയുമാണ് എന്നും ചൈനീസ് അധികൃതർ പറയുന്നുണ്ട്. സൈനിക സൗകര്യങ്ങളും ഉപകരണങ്ങളും അനധികൃതമായി ചിത്രീകരിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ്. സംയുക്ത സുരക്ഷയും രഹസ്യ സ്വഭാവവും നിലനിർത്തുന്നതിനാൽ സഹകരിക്കാനാണ് പൊതുജനങ്ങളോട് അധികൃതർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതായത് ഈ വിമാനത്താവളങ്ങൾ സിവിൽ ഏവിയേഷനും റെഗുലർ എയർഫോഴ്സ് പരിശീലനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. യുദ്ധസമയത്ത് സൈനിക ഉപയോഗത്തിന് ഇവയെ ഉപയോഗിക്കുമെന്നതാണ് മന്ത്രാലയം അറിയിച്ചത്. കൂടാതെ അവയിൽ പലതും പ്രമുഖ തന്ത്രപ്രധാന സ്ഥാനങ്ങളും ഗണ്യമായ സൈനിക മൂല്യവും കൈവശം വച്ചിരിക്കുന്ന തീരപ്രദേശങ്ങൾക്കും അതിർത്തി പ്രദേശങ്ങൾക്കും സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. യുദ്ധം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇത്തരം വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുകയും ചെയ്യും. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണത്രേ വിമാനത്താവളങ്ങൾ. യുഎസുമായും സഖ്യകക്ഷികളുമായും പ്രത്യേകിച്ച് തർക്കമുള്ള ദക്ഷിണ ചൈന കടലിനും തായ്വാനുമായുമുള്ള തന്ത്രപരമായ മത്സരങ്ങൾക്കിടയിൽ ചൈന ഈ അടുത്ത മാസങ്ങളിൽ സൈനിക സ്ഥാപനങ്ങളുടെ പൊതുസുരക്ഷ ശക്തമാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, ദക്ഷിണ ചൈന കടലിലെയും തായ്വാനെ ചൊല്ലിയുള്ള അവകാശ തർക്കങ്ങളുടെ പേരിൽ ചൈനയും അമേരിക്കയും സഖ്യകക്ഷികളുമായി തർക്കങ്ങൾ നിലവിലുണ്ട്. ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളുണ്ട്. ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗവും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതേപോലെ തായ്വാൻ തങ്ങളുടെ അധികാരത്തിന് കീഴിൽ വരുന്ന പ്രദേശമാണെന്നും ചൈന കരുതുന്നു. എന്തായാലും ചൈന മാത്രം ഏർപ്പെടുത്തുന്ന ഒരു നിയന്ത്രണമല്ല ഇതെന്നും ലോകരാജ്യങ്ങൾ പൊതുവെ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് എന്നുമാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. സാധാരണ വിമാനയാത്രയ്ക്കൊപ്പം ചൈനയുടെ വ്യോമസേനാ പരിശീലനങ്ങളും ഇത്തരം വിമാനത്താവളങ്ങളിൽ നടക്കുന്നതാണ് ഉയർത്തിക്കാട്ടുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സൈനിക സിവിലിയൻ വിമാനത്താവളങ്ങൾ സൈനിക സിവിലിയൻ വ്യോമയാനത്തിനായി ഉപയോഗിക്കുന്നു. ഈ ഇരട്ട ഉപയോഗ സൗകര്യങ്ങളിൽ പലപ്പോഴും പ്രധാനപ്പെട്ട സൈനിക ഉപകരണങ്ങൾ വിന്യസിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സെൻസിറ്റീവ് സ്വത്തുക്കളുടെയോ പ്രദേശങ്ങളുടെയോ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നുവെന്നാണ് ചൈനീസ് അധികൃതർ അറിയിക്കുന്നത്. ചാരപ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ചൈനയുടെ നീക്കമെന്നും പറയുന്നുണ്ട്. സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ചൈനയിലെ 1/3 വിമാനത്താവളങ്ങളും ഇരട്ട സിവിലിയൻ സൈനിക ഉപയോഗത്തിനായി നിയുക്തമാക്കിയിരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ സൗകര്യങ്ങൾ ചിത്രീകരിക്കുന്നത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നാണ് ചൈനീസ് ദേശീയ സുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. യാത്രക്കാർക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ ചെയ്യാനോ അത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനോ സാധിക്കില്ല എന്ന് പറയുന്നതും ഇത് മുൻനിർത്തിയാണ്. സൈനിക രഹസ്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇത് ലോകമെമ്പാടുമുള്ള സാധാരണ രീതിയാണെന്നാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ വിചാറ്റിൽ ഔദ്യോഗിക അക്കൗണ്ട് ആരംഭിച്ചതിനു ശേഷം ചൈനയുടെ ഉന്നത ചാര ഏജൻസി ദേശീയ സുരക്ഷാ അപകടങ്ങളെക്കുറിച്ച് പതിവായി മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. വിമാനത്താവളങ്ങളിൽ നിർണായക നീക്കം വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത്. എന്തായാലും ചൈനയുടെ പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്, ചൈന കണക്ക് കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.